ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. രാജ്യസ്ഥാനത്തിൻ്റെ മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും രാജ്യത്വം ഇന്ന് പരമാധികാരത്തിൻ്റെ പ്രതീകമാണ്. വിശുദ്ധ വത്സരമായി ആചരിക്കുന്ന 1925 സമാപനത്തിൽ 15-ാം പീസ് മാർപ്പാപ്പ സർവ്വലോക രാജാവായ ക്രിസ്തുവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ഒടുവിലത്തെ ഞായറാഴ്ച സഭയിൽ ആഗമനം കൊണ്ടാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കേണ്ട ആവശ്യകത അനുസ്മരിക്കുവാനാണ് ഈ തിരുനാൾ പരിശുദ്ധപിതാവ് സ്ഥാപിച്ചത്. 1925 ക്രിസ്തുവിനെ 15-ാം പീസ് രാജാവായി പ്രഖ്യാപിച്ചു. 1929 മാർപ്പാപ്പയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിരുന്ന രാജസ്ഥാന ലാറ്ററൻ ഉടമ്പടിയിൽ സംസിദ്ധമായി. ക്രിസ്തുവിൻ്റെ രാജ്യത്വം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആഘോഷിക്കുന്നുണ്ട്. ഐസിയാസ് പറയുന്നു, നമുക്ക് വേണ്ടി ഒരു ശിശു പിറന്നിരിക്കുന്നു, ശക്തനായ ദൈവം, നിത്യപിതാവും സമാധാന രാജാവും എന്ന പേർ വിളിക്കപ്പെടും. ഐസിയാസ് 9:6. ഗബ്രിയേൽ ദൈവദൂതൻ മംഗളവാർത്ത അരുളി ചെയ്തപ്പോൾ പറഞ്ഞു, യാക്കോബിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഈ കുഞ്ഞ് രാജാവായി വാഴും, അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ലൂക്ക 1:32. താങ്കൾ ഒരു രാജാവ് തന്നെയോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ ഈശോ അരുളി ചെയ്തു, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാൻ 18:37. എന്നാൽ എൻ്റെ രാജ്യം ഭൗമികമല്ല. ലാറ്റിൻ കുർബാനയിൽ ഈ സത്യത്തിൻ്റെയും ജീവൻ്റെയും വിശുദ്ധിയുടെയും കൃപയുടെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇതുമാണ് അവിടുത്തെ രാജ്യം. ഓരോ മനുഷ്യഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അത് വളർന്നു വരട്ടെ. കർത്തൃജപം ചെല്ലുമ്പോൾ നമുക്കിത് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവശക്തി സൃഷ്ടികളുടെയും രാജാവായ ക്രിസ്തു നിത്യജീവൻ്റെ ഭക്ഷണമായി തന്നെ നിങ്ങൾക്ക് നൽകി. അവിടുന്ന് സുവിശേഷം വഴി ഞങ്ങൾ ജീവിക്കാനും അങ്ങ് സദാ ജീവിച്ചു വാഴുന്ന അങ്ങേ രാജ്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. റോമൻ മിസലിലുള്ളതാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ നമുക്ക് ആചരിക്കാം. ക്രിസ്തുവിനെയും നമുക്ക് രാജാവായി സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബത്തിലും ക്രിസ്തു വാഴട്ടെ. അവിടുത്തെ സമാധാനവും ക്രിസ്തുവിൻ്റെ കുരിശ് എന്നാളും വാഴട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.